सो जा राजकुमारी सो जा, सो जा राजकुमारी सो जा. നല്ലളം AUP സ്കൂളിലെ എൻ്റെ പ്രിയ കൂട്ടുകാരെ, രക്ഷിതാക്കളെ, സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് വളരെ താല്പര്യപൂർവ്വം നേതൃത്വം നൽകുന്ന സുഹൃത്ത് HM ശ്യാംകുമാർ മാഷു, ഇതുപോലെയുള്ള സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് സജീവ സാന്നിധ്യമായ എൻ്റെ പ്രിയ സുഹൃത്ത് അസ്ലം മാഷ്, സ്കൂളിലെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും സകല പിന്തുണയും നൽകുന്ന മാനേജ്മെൻറ്റ് പ്രതിനിധി തേങ്ങാട്ട് അസീസ് സാറ്, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഉമ്മണി വല്യ ഒന്ന് എന്ന് അതിശയോക്തിയോടെ നമ്മളെ ചിന്തിപ്പിച്ച കഥയുടെ സുൽത്താൻ, ജനഹൃദയങ്ങളിലെ സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനവുമായി ബന്ധപ്പെട്ട അനുസ്മരണ പരിപാടിയിലാണ് നാം ഉള്ളത്. ഉമ്മണി വല്യ ബഷീർ എന്ന് നാമകരണം ചെയ്ത ഈ ഒരു നല്ലളം AUP സ്കൂളിലെ അനുസ്മരണ ചടങ്ങിൽ സ്കൂളിലെ കൊച്ചു കൂട്ടുകാരോട് ബഷീറിൻ്റെ വർത്തമാനങ്ങൾ അല്പനേരം പറയാൻ അവസരം ലഭിച്ചതിൽ എനിക്കുള്ള അനൽപമായ സന്തോഷം ഞാൻ ആദ്യമേ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമുക്കറിയാൻ സാധിക്കും, ബഷീർ കൊച്ചു കുട്ടികളെപ്പോലെ വാശിയും ദേഷ്യവും അതുപോലെയുള്ള ചില സ്വപ്നങ്ങളും ഒക്കെ വെച്ച് പുലർത്തിക്കൊണ്ട്, ബഷീർ ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ കുട്ടികളുടേത് എന്ന് പറയാവുന്ന വിധത്തിലുള്ള രചനകളും അതുപോലെ സ്വഭാവ രീതികളുമൊക്കെ അദ്ദേഹം വെച്ച് പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ബഷീർ അനുസ്മരണം അതിൻ്റെ ഭാഗമായി കുട്ടികളിലേക്ക് ബഷീറിനെ കുറച്ചുകൂടെ പരിചയപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ സ്കൂളിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ് എന്ന് ആമുഖമായിട്ട് സൂചിപ്പിക്കുകയാണ്. ബഷീറിനെ കുറിച്ച് നമുക്കറിയാം, എല്ലാവരും തന്നെ ബഷീറിനെ കുറിച്ച് കേട്ടവരാണ്, അറിഞ്ഞവരാണ്. 1908 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിൽ ജനിച്ച ബഷീർ പിന്നീട് നമ്മുടെ ജില്ലയായ, നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ബേപ്പൂരിൽ 1994 ജൂലൈ 5 ഈ ലോകത്തോട് വിട പറയുമ്പോൾ ആ കാലയളവിനുള്ളിൽ നിരവധി രചനകൾ അദ്ദേഹം നടത്തുകയുണ്ടായി. മലയാള സാഹിത്യത്തെ വിശ്വസാഹിത്യത്തിൻ്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് തൻ്റേതായ ശൈലിയിലൂടെ, വാക്കുകളിലൂടെ, രചനാ വൈശിഷ്ട്യങ്ങളിലൂടെ വ്യതിരിക്തമായ രീതിയിൽ പ്രതിഷ്ഠിച്ചു കൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികൾ ലോകത്തെ മുഴുവൻ പ്രധാനപ്പെട്ട ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം, ബഷീർ ബേപ്പൂരിൻ്റെ സുൽത്താൻ മാത്രമല്ല, ലോകത്തെ മുഴുവൻ വായനക്കാരുടെയും ഹൃദയങ്ങൾ കീഴടക്കിയ ഒരു മഹാപ്രതിഭയാണ്, ഒരു മഹാസുൽത്താനാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന്. അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹത്തിൻ്റെ വേഷം ഏറെ ആകർഷണീയവും വ്യത്യസ്തവുമാണ്. പൊതുവെ സാഹിത്യ സൃഷ്ടികളിൽ കാണുന്ന പോലെ കടുകട്ടിയുള്ള വാക്കുകൾ കൊണ്ടുള്ള ഒരു രചനാരീതി അല്ല ബഷീർ നടത്തിയത്. സാധാരണക്കാരൻ്റെ ഹൃദയങ്ങളോട് സംവദിക്കുന്ന ലളിതമായ ഭാഷയും ലളിതമായ ശൈലികളുമെന്ന് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ രചനയ്ക്ക് ഉപയോഗിച്ചത്.
1930 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലുടനീളം അലഞ്ഞു തിരിഞ്ഞ് വിവിധ വേഷങ്ങൾ കെട്ടി ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളുമായിട്ട്, ദാരിദ്ര്യവുമായിട്ട്, മറ്റു പ്രയാസ ജീവിത ബുദ്ധിമുട്ടുകളുമായിട്ട് ഇടപഴകി നേരിടേണ്ടി വന്ന ഒരു വലിയ കാലഘട്ടം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ കാലയളവിൽ അദ്ദേഹം പാചകക്കാരനായി ജോലി ചെയ്തിട്ടുണ്ട്, ജാലവിദ്യക്കാരൻ്റെ സഹായിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, അതുപോലെ ഹൈന്ദവ സന്യാസിമാരോടൊപ്പം ദിവസങ്ങളോളം ചെലവഴിച്ചിട്ടുണ്ട്, സൂഫിമാരോടൊപ്പം അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവിതത്തിലെ ഒരുപാട് യാഥാർത്ഥ്യങ്ങളെ നേരിട്ട് അതിൻ്റെയൊക്കെ അനുഭവങ്ങളെ അദ്ദേഹം പിന്നീട് രചനയ്ക്ക് ഉപയോഗിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രചനകൾ ഓരോന്നും ജീവിതത്തിൻ്റെ പകർപ്പുകളായിട്ട് മാറുകയാണ്. അദ്ദേഹം തൻ്റെ ജീവിത കാലയളവിൽ മലയാള സാഹിത്യത്തെ ഉന്നതിയിലേക്ക് എത്തിച്ചു എന്നതിനേക്കാളുപരി പുതിയൊരു വായനാ സംസ്കാരവും അതോടൊപ്പം ലോകത്തെ നോക്കിക്കാണുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ദാർശനികതയും അദ്ദേഹം പതിയെ പതിയെ തൻ്റെ രചനകളിലൂടെ വളർത്തിക്കൊണ്ടുവന്നു. ഒരു എഴുത്തുകാരൻ മാത്രമല്ല ബഷീർ, സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു. നമുക്കറിയാൻ സാധിക്കും, നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കാലത്ത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ചൂഷണം ചെയ്യുകയും രാജ്യത്തെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തുകൊണ്ട് ജനങ്ങളെ ഒരുപാട് ദ്രോഹിച്ചിരുന്ന ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കെതിരെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ഭാരതത്തിൽ ഉടലെടുക്കുകയുണ്ടായി. അന്ന് ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി രൂപം കൊണ്ട സ്വാതന്ത്ര്യ സമരങ്ങളിൽ വളരെ ആവേശപൂർവം കുട്ടിയായിരുന്ന, നിങ്ങളെപ്പോലെ ചെറുപ്പമായിരുന്ന അന്ന് ആ സമരങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായി. മാത്രമല്ല, വൈക്കം സത്യാഗ്രഹം, ഉപ്പു സത്യാഗ്രഹം തുടങ്ങിയ സമരപരിപാടികളിൽ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നടന്ന പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കേവലം എഴുത്തുകാരൻ എന്നതിനേക്കാൾ ഉപരി സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അദ്ദേഹത്തിന് ഗാന്ധിജിയോട് വലിയ അഭിനിവേശമായിരുന്നു. ഗാന്ധിയൻ ആദർശങ്ങൾ അദ്ദേഹം ജീവിതത്തിൽ പുൽകി, ഗാന്ധിയനായും ജീവിച്ചു. ഒരിക്കൽ വൈക്കത്ത് ഗാന്ധിജി വന്നപ്പോൾ ഗാന്ധിജിയെ തൊടുന്നതിന് വേണ്ടി ആൾക്കൂട്ടത്തിൽ തിക്കും തിരക്കും ഉണ്ടാക്കി തൻ്റെ ഊഴം കാത്തു നിന്ന് ഗാന്ധിജിയെ തൊടുകയും, ഞാൻ ഗാന്ധിജിയെ തൊട്ടു ഉമ്മ എന്ന് വളരെ അഭിമാനപൂർവ്വം വീട്ടിൽ ചെന്ന് പറയുകയും ചെയ്തത് അമ്മ എന്ന അദ്ദേഹത്തിൻ്റെ കഥയിലൂടെ പറയുന്നുണ്ട്. ആ രീതിയിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിലേക്ക് എടുത്തു ചാടുകയും സമരങ്ങളിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത ഗാന്ധിജി അവിടെയും അനുഭവങ്ങൾ സ്വരുക്കൂട്ടിക്കൊണ്ട് വായനക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു തൻ്റെ രചനാ കർത്തവ്യം അവിടെയും നിർവഹിച്ചിട്ടുണ്ട്. 1943 മലയാള സാഹിത്യത്തിലേക്ക് പ്രേമലേഖനം എന്ന കൃതിയുമായി കടന്നു വന്ന വൈക്കം മുഹമ്മദ് ബഷീർ
പിന്നീട് അങ്ങോട്ട് ശ്രദ്ധേയങ്ങളായ നിരവധി രചനകൾ നടത്തുകയുണ്ടായി. മതിലുകൾ, ആനവാരിയും പൊൻകുരിശും, പാത്തുമ്മയുടെ ആട്, മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ, ആനപ്പൂട, ബാല്യകാല സഖി, പൂവൻപഴം, മാന്ത്രിക പൂച്ച തുടങ്ങിയ നിരവധി വായിക്കപ്പെട്ട രചനകൾ അദ്ദേഹത്തിൻ്റേതായിട്ട്, ഇന്നും വായിക്കപ്പെടുന്ന രചനകൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. ഈ രചനകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഷ, വാക്കുകൾ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാധാരണക്കാരൻ്റെ ഹൃദയത്തിൽ കൊത്തിവെക്കപ്പെട്ടു. അങ്ങനെയാണ് ബഷീർ ഒരു മഹാവിഗ്രഹമായിട്ട് മാറുന്നത്. അദ്ദേഹം തൻ്റെ രചനകളിലൂടെ സ്വയം ജീവിക്കുകയായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഒരു എഴുത്തുകാരൻ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതത്തെ ധന്യമാക്കി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. നർമ്മയുക്തിയോടുകൂടി ജീവിതത്തെ നോക്കിക്കണ്ട ബഷീർ ഹാസ്യത്തിൻ്റെ ആവരണത്തോടെ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. പക്ഷേ എപ്പോഴും നർമ്മത്തിൽ പൊതിഞ്ഞുകൊണ്ട് സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ അദ്ദേഹം തൻ്റെ രചനകളെ ഉപയോഗപ്പെടുത്തി. മാത്രമല്ല വലിയൊരു പ്രകൃതി സ്നേഹിയായിരുന്നു ബഷീർ. ബഷീറിൻ്റെ വീട്ടുവളപ്പിൽ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കൊറോണയുടെ ഈ കാലം കഴിഞ്ഞാൽ, എത്രയും പെട്ടെന്ന് ഈ കാലം കഴിയട്ടെ എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ബഷീറിൻ്റെ വീട്ടിൽ, നമ്മുടെ തൊട്ടടുത്ത് ബേപ്പൂരിലുള്ള, ഇപ്പോഴുമുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ പ്രകൃതിയോടുള്ള താല്പര്യത്തെ. ഭൂമിയുടെ അവകാശികൾ എന്നുള്ള അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിൽ വളരെ വ്യക്തമാണ് നമുക്കത്. ഈ കാണുന്ന തേളും പാമ്പും ഉറുമ്പുകളും സകല ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ്. ഈ പ്രമാണം താങ്കൾക്ക് പ്രമാണം രേഖപ്പെടുത്തി തന്ന വ്യക്തിക്ക് മാത്രമല്ല, മറിച്ച് സകല ജീവജാലങ്ങൾക്കും, ചെടികളിൽ വന്നിരിക്കുന്ന കിളികൾക്കും എല്ലാം അവകാശപ്പെട്ടതാണ് ഈ 2 ഏക്കർ ഭൂമിയെന്ന് അദ്ദേഹത്തിൻ്റെ പുരയിടത്തെക്കുറിച്ച് തന്നെ ആ രചനയിലൂടെ പറയുന്നുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കാൻ, എപ്പോഴും കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അപാരമായ പ്രണയത്തിൻ്റെ, മറ്റ് ജീവിത യാഥാർത്ഥ്യങ്ങളുടെയൊക്കെ തന്തുക്കളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കഥകളിൽ നിറഞ്ഞു നിന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജനഹൃദയങ്ങളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച ആദ്യ കഥയായ തങ്കം എന്ന കഥയ്ക്ക് ശേഷം 1943 ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രേമലേഖനം, അതിലൂടെ മലയാള സാഹിത്യത്തിൽ വ്യക്തിമുദ്രയും ശ്രദ്ധേയമായ രചനകളും നടത്തിക്കൊണ്ട് നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും നേടിയെടുക്കുകയുണ്ടായി. അദ്ദേഹത്തെ ആദരിക്കപ്പെടുന്നതിന് വേണ്ടി ചെയ്തതല്ല ഇതൊന്നും. പക്ഷേ സ്വാഭാവികമായിട്ടും ആദരവുകൾ അദ്ദേഹത്തെ തേടിയെത്തുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ വളരെ വായനക്കാർക്കിടയിൽ സുപരിചിതമാണ്. പാത്തുമ്മയുടെ ആട് വാസ്തവത്തിൽ
ലോക സാഹിത്യ മുറ്റത്താണ് മേഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനവാരി, പൊൻകുരിശ് തോമ, അതുപോലെ ആനവാരി രാമൻ നായർ, ബാല്യകാല സഖിയിലെ മജീദ് സുഹ്റ, മണ്ടൻ മൂത്താപ്പ, എട്ടുകാലി മമ്മൂഞ്ഞ്, ഒറ്റക്കണ്ണൻ പോക്കർ തുടങ്ങിയ ഒരുപാട് കഥാപാത്രങ്ങൾ ഏവർക്കും സുപരിചിതമാണ്. അദ്ദേഹത്തിൻ്റെ ചില രചനകൾ സിനിമകളായിട്ടുണ്ട്. മതിലുകൾ അദ്ദേഹത്തിൻ്റെ നോവലാണ്. മമ്മൂട്ടി അഭിനയിച്ച മതിലുകൾ അദ്ദേഹത്തിൻ്റെ നോവലാണ്. ഭാർഗവീ നിലയം എന്ന സിനിമ അദ്ദേഹത്തിൻ്റെ രചനയാണ്, പിന്നീട് ഈ ചലച്ചിത്രമായി മാറിയത്. മാത്രമല്ല കഥാബീജം എന്ന ഒരു നാടകവും കൂടി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നിരവധി മേഖലകളിൽ അദ്ദേഹം തൻ്റെ രചനാ വൈഭവം പ്രകടമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ബഷീറിനെ വായിക്കുമ്പോൾ, ബഷീറിനെ നോക്കിക്കാണുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. എൻ്റെ പ്രിയ കൂട്ടുകാർ അദ്ദേഹത്തിൻ്റെ മുഴുവൻ രചനകളും ഇപ്പോൾ തന്നെ വായിക്കണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരുപാട് ചെറിയ കഥകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ബാലസാഹിത്യ കൃതി എന്ന് പറയാവുന്ന അദ്ദേഹത്തിൻ്റെത് സർപ്പയജ്ഞം എന്ന് പേരിട്ടിട്ടുള്ള 10ഓളം ചെറിയ കഥകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സർപ്പയജ്ഞം എന്ന, ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ വളരെ വില കുറച്ചുകൊണ്ട് 30 രൂപയോ മറ്റോ ആണ് അതിന് വില എന്നാണ് ഞാൻ ഓർക്കുന്നത്. പുസ്തകം ലഭ്യമാണ്. അതോടൊപ്പം നിങ്ങൾക്ക് വായിക്കാവുന്ന ആനവാരിയും പൊൻകുരിശും, അതുപോലെ തേന്മാവ്, ടൈഗർ, വിശ്വവിഖ്യാതമായ മൂക്ക്, പാമ്പും കണ്ണാടിയും, ഒരു കരിമൂർക്കൻ, അമ്മ തുടങ്ങിയ ചെറിയ കഥകൾ, അല്പം ദീർഘമുള്ള കഥകളും നിങ്ങൾക്ക് വായനക്കായിട്ട് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ സ്കൂളിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൂടെ നിങ്ങൾ വായനയിലൂടെ നിങ്ങൾ ബഷീറിനെ വീണ്ടും വീണ്ടും അടുത്തറിയണം. ബഷീറിൻ്റെ വാക്കുകൾ വളരെ രസകരമാണ്, നമുക്ക് പറയാൻ കഴിയുന്നതാണ്, അതോടൊപ്പം ഏറെ ചിന്തനീയമാണ്. എൻ്റെ പാപ്പാക്കൊരാനുണ്ടായിരുന്നു എന്ന കഥയിൽ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം. സ്വാഭാവികമായിട്ട് വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം അങ്ങനെ ചോദിക്കാറില്ല. എങ്കിലും ആ ഒരു ചോദ്യം ബഷീർ സമൂഹത്തിലേക്ക് ചോദിച്ചപ്പോൾ വെളിച്ചത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ, ഒരുപാട് ചിന്തകളൊക്കെ നടക്കുകയുണ്ടായി ആ കാലങ്ങളിൽ. ഇപ്പോഴും അത് നമ്മെ ഏറെ ആകർഷിക്കുന്ന വാക്കായിട്ട് തോന്നുകയാണ്. വെളിച്ചത്തിനെന്തൊരു വെളിച്ചം. അതുപോലെ അനന്തമായ സമയം അള്ളാഹുവിൻ്റെ ഖജനാവിൽ മാത്രമാണ്. ബഷീറിൻ്റെ വാക്കുകളാണ്. നമുക്ക് ബഷീറിനെ പറയുമ്പോൾ ബഷീറിൻ്റെ കൃതികളിലേക്ക്, ബഷീറിൻ്റെ കഥകളിലേക്ക്, നോവലിലേക്കൊക്കെ പോയി സംസാരിക്കുമ്പോൾ ഒരുപാട് സംസാരിക്കാനുണ്ടാവും. ഈ ഒരു സമയപരിധി അതിനനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ കൃതികളിലേക്കൊന്നും, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു കഥയിലേക്ക് പോലും പോവാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ ബാഹ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ബഷീറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ബഷീറിനോടുള്ള ഒരു കൂടുതൽ അടുപ്പമുണ്ടാക്കി തീർക്കുക, അദ്ദേഹത്തെ വായിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചത്. ചെവിയോർക്കുക അന്തിമ കാഹളം. ഭൂഗോളങ്ങളെ, ജീവജാലങ്ങളെ, മനുഷ്യകുലമേ ചെവിയോർക്കൂ. ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഭൂഗോളം മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇത് അല്പം മാത്രമാണ്, ഒരുപാട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും.
ശ്രദ്ധേയമായിട്ടുള്ള വാക്കുകൾ. ഇത്തരം വാക്കുകളിലൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും ആകൃഷ്ടരാകുന്നു. ബഷീറിലേക്കുള്ള നിങ്ങളുടെ വഴികളിൽ ബഷീറിൻ്റെ ജീവിത ദർശനങ്ങൾ, ബഷീർ എന്ന ലാളിത്യത്തിൻ്റെയും പ്രകൃതി സ്നേഹത്തിൻ്റെയും സൗന്ദര്യാരാധകൻ്റെയും ഒക്കെയായിട്ടുള്ള ആ ഒരു വലിയ യാഥാർത്ഥ്യത്തെ നിങ്ങൾ വായനയിലൂടെ അടുത്തറിയണം എന്ന് താല്പര്യപ്പെടുകയാണ്. സൗന്ദര്യത്തെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ഞാനാണ് പൂവ്, ഞാൻ തന്നെയാണ് തോട്ടവും എന്ന് ബഷീർ പറഞ്ഞിട്ടുണ്ട്. നിരവധി സന്ദർഭങ്ങളിൽ അദ്ദേഹം പ്രകൃതിയെ, മനുഷ്യൻ്റെ, പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ളവരായിരിക്കും. അദ്ദേഹത്തിന് വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള ആളുകളായിരിക്കും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കഥകൾ വരികളിൽ കയറി വന്നുകൊണ്ട് നമ്മളോട് സംസാരിക്കുക, നമ്മെ അതിശയിപ്പിക്കുക, നമ്മളോട് തമാശ പറഞ്ഞ് ചിരിപ്പിക്കുക, ഹാസ്യത്തിൻ്റെയും നർമ്മത്തിൻ്റെയും ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോവുക. ആ രീതിയിലുള്ള ബഷീർ നമ്മുടെ നല്ലം UP സ്കൂളിൽ ഈ അനുസ്മരണത്തിൻ്റെ ഭാഗമായി നാം എല്ലാവരും കൂടുതൽ അടുത്തറിയാൻ, ബഷീറിനെ അടുത്തറിയാൻ, എൻ്റെ പ്രിയ കൂട്ടുകാരോട് എനിക്കൊരപേക്ഷയുള്ളത്, ഇപ്പം ലോക്ക്ഡൗൺ കാലമാണ്, കൊറോണ മഹാമാരിയുടെ കാലമാണ്. സ്കൂളിലെ പ്രവർത്തനങ്ങളും അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാവും. എങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഒരു വായനാമൂല ഇതിനോടകം സജ്ജീകരിച്ചിട്ടുണ്ടാവാം. ആ വായനാമൂലയിൽ ബഷീറിൻ്റെ കൃതികൾ, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന കൊച്ചു കൊച്ചു വലിയ വിലയില്ലാത്ത പുസ്തകങ്ങൾ ബഷീറിൻ്റേതായിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി, ആ പുസ്തകങ്ങൾ സംഘടിപ്പിച്ച് വായിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം എന്ന് മാത്രമാണ്. നമുക്ക് ബഷീർ എന്ന മഹാമനുഷ്യനെ വീണ്ടും വീണ്ടും വായിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കൊച്ചു കൊച്ചു കഥകളെ, അദ്ദേഹത്തിൻ്റെ വലിയ കഥകളെ ഒക്കെ നാം താല്പര്യപൂർവ്വം വായിക്കാൻ വേണ്ടി സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ബഷീറിയൻ ദർശനങ്ങളുടെ ടച്ച് വരുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ വായിക്കുന്നതിലൂടെ സാധിക്കും. ബഷീറിൻ്റെ ചിന്തയുമായി ബന്ധപ്പെട്ട ഒരുപാട് തലങ്ങളെ നമുക്ക് ഇന്നത്തെ സംഭവ വികാസങ്ങളുമായി കൂട്ടിയിണക്കി പറയേണ്ടതൊക്കെയുണ്ട്. അദ്ദേഹത്തിൻ്റെ രചനകളിൽ എത്രയോ കാലം മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമാവുന്നതിൻ്റെ ഒരുപാട് തെളിവുകളെ നിരത്തിക്കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. പക്ഷെ അതിനൊന്നും ഈ ഒരു സന്ദർഭം യോജിച്ചതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് ഒരു നല്ല ഒരു വായനാ സംസ്കാരം ഉണ്ടാവുന്നതിന് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. എനിക്ക് എൻ്റെ കുട്ടികളുടെ രക്ഷിതാക്കളോടും സ്കൂളിലെ അധ്യാപക സുഹൃത്തുക്കളോടുമൊക്കെ പറയാനുള്ളത്, വായന കരുത്താണ്. സകല സംസ്കാരങ്ങളുടെയും അമ്മയാണ് വായന. നമ്മൾ വായിക്കുക, വായനയെ മാറോട് ചേർത്ത് പിടിക്കുക. പുസ്തകത്തിൻ്റെ ഗന്ധമറിഞ്ഞുകൊണ്ടുള്ള വായനക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഇന്ന് നമുക്കിടയിലുള്ള ഈ വായന
ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വായന, അതും നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. എന്നിരുന്നാലും പുസ്തകത്തിൻ്റെ ഗന്ധമറിഞ്ഞുകൊണ്ടുള്ള വായന അതുകൂടി നമ്മൾ ശീലിക്കണം. അതിനുവേണ്ടി ഓരോ ദിവസവും ഒരു നിശ്ചിത സമയം മാറ്റിവെക്കണം. അതായിരിക്കട്ടെ ഈ ഒരു ബഷീർ ദിന അനുസ്മരണത്തിൽ നമ്മൾ ഓരോരുത്തരും സ്വയം തീരുമാനിക്കേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു അവസരം നൽകിയതിൽ ഉള്ള സന്തോഷം ഒരിക്കൽ കൂടെ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് വീണ്ടും കാണാം. കൂടുതൽ ബഷീർ വിശേഷങ്ങളുമായി നമുക്ക് സംവദിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.